അറിവ് നമ്മൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലും അറിവിനെ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. തെറ്റായി മനസ്സിലാക്കിയുള്ള പ്രശ്നം എന്താണ്? ഈമാനിനെ ശിർക്കായും ശിർക്കിനെ ഈമാനായും തലതിരിച്ച് മനസ്സിലാക്കുന്ന ഒരു ഖൗമുണ്ടാകും. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന മിമ്മാ അതഖവ്വഫു അലൈക്കും ലറജുലൻ ഖറഅൽ ഖുർആൻ ഹത്താ ഇദാ റുഅയത് അലൈഹി ബഹ്ജതു വകാന റിദ്അൻ ലിൽ ഇസ്ലാം അഅസറഹു ഇലാ മാ ഷാ അല്ലാഹ് വൻസലഖ മിൻ വനബദഹു വറാഅ ളഹ്രിഹി വഖറജ അലാ ജാരിഹി ബിസ്സൈഫി വറമാഹു ബിശ്ശിർക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒരാളെയാണ്, ഇസ്ലാമൊക്കെ പഠിച്ച് ഖുർആനൊക്കെ പഠിച്ച് തൗഹീദൊക്കെ പ്രസംഗിക്കുന്ന ഒരു അവസ്ഥയിൽ വരികയും അങ്ങനെ നല്ലൊരു അവസ്ഥയിൽ എത്തുമ്പോൾ അതിനെ എല്ലാം കഴിയൊഴിഞ്ഞ് തന്റെ സഹോദരൻ ശിർക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കാരോപകനായി അയാൾ വരുമെന്ന് സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് ശിർക്കിനോട് അടുത്തത് ആരാണ്? അയ്യുഹുമാ ഔലാ ബിശ്ശിർക്കിൽ മർമിയു അവി റാമി, ശിർക്ക് ആരോപിക്കപ്പെട്ടവരാണോ ശിർക്കിൽ, അതല്ല ശിർക്ക് ആരോപിക്കുന്നവനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബലിർ റാമി, ആരോപിക്കുന്നവനാണ് ശിർക്കിൽ. കാരണം അവന് തൗഹീദ് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ ശിർക്ക് ആരോപിച്ചത്. ഷർഹു മുശ്കിലിൽ ആസാറിൽ ഇമാം ത്വഹാവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, ഫതഅമ്മൽനാ മാ ഫിൽ ഹദീസി തലബൻ മിന്നാ ലിൽ മുറാദി ബിഹി മാ ഹുവ ഫവജദ്നാ മൻ ഖാല ലിസാഹിബിഹി യാ കാഫിറു മഅനാഹു അന്നഹു കാഫിറുൻ ലിഅന്ന الذي هو عليه الكفر فإذا كان الذي عليه ليس بكفر وكان إيمانا كان جاعله كافرا جاعل الإيمان كفرا وكان بذلك كافرا بالله تعالى لأن من كفر بإيمان الله تعالى فقد كفر بالله ومنه قول الله تعالى ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين فهذا أحسن ما وقفنا عليه من تأويل هذا الحديث والله نسأله التوفيق. അദ്ദേഹം പറയുകയാണ്, ശുദ്ധമായ ഈമാനുള്ള തൗഹീദുള്ള ഒരാളോട് നിങ്ങൾ ശിർക്കിലാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഈമാനിനെയാണ് ഇയാൾ നിഷേധിക്കുന്നത്. അപ്പോൾ ഇയാൾ കുഫ്റാണെന്ന് പറയുമ്പോൾ ഈമാനിനെയാണ് കുഫ്റാണെന്ന് പറയുന്നത്. അപ്പോൾ വമൻ യക്ഫുറു ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു, ഈമാനിനെ നിഷേധിക്കുന്നവന്റെ അമല് ബാത്തിലായി പോകും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ശിർക്ക് ആരോപിക്കുന്നവനാണ് ശിർക്കിൽ എന്ന് പറഞ്ഞത്. കാരണം ശുദ്ധ മുവഹിദുകളെ, ഈമാനുള്ള ആളുകളെ പണ്ഡിതന്മാർ കൃത്യമായ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ച രൂപത്തിൽ വൈജ്ഞാനികമായ വിശദീകരണം നൽകി എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ശിർക്കിലാണ്, നിങ്ങൾ കുഫറിലാണ് എന്ന് പറയുന്നവൻ മുവഹിദുകളെയാണ്, ഈമാനുള്ളവരെയാണ് കുഫർ ആരോപിക്കുന്നത്. അത് തൗഹീദ് തിരിയാത്തത് കൊണ്ടാണ്, ഈമാനിനെയാണ് അയാൾ കുഫറായി വ്യാഖ്യാനിച്ചത് എന്ന് ഉലമാക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ വിജ്ഞാനം അത് നേടിയെടുത്തെങ്കിലല്ലാതെ നമുക്ക് കൃത്യമായ രൂപത്തിൽ സമൂഹത്തിന് പ്രകാശം നൽകുക സാധ്യമല്ല. അതുകൊണ്ട് വിജ്ഞാനത്തെ ശരിക്കും ഖുർആനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കി അതിനെ തെറ്റിദ്ധരിപ്പിക്കലുകളില്ലാതെ സത്യസന്ധമായി നീതിപൂർവം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്.